നമ്മുടെ ലിക്വിഡിറ്റി എടുത്ത ഏരിയയെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാം. നമുക്ക് ഓൾമോസ്റ്റ് വേണം ഡേ ഒരു വൺ ഡയറക്ഷണൽ മൂവ് ആയിട്ട് മാറുന്ന സ്റ്റോപ്പ് ലോസ് എത്രയാണ് വന്നത്? ഓൾമോസ്റ്റ് 16 പോയിൻറ്റ്സ് ആണ് വന്നത്. 1:3 to 1:4 നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് വീഡിയോ ആണ്. ഈ സ്ട്രാറ്റജി ബേസ്ഡ് വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു പെന്നും പേപ്പറും നിങ്ങളുടെ സൈഡിൽ വെക്കാനായിട്ട്, ഈ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾ സൈഡിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ ഒരു കീ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ പലപ്പോഴും പല സ്ട്രാറ്റജി ബേസ്ഡ് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് വീഡിയോസിൽ നിന്ന് ഈ ഒരു വീഡിയോ മാറി നിൽക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്തിട്ടുള്ള പല വീഡിയോസും സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസിലും നമുക്ക് ആ ഒരു എക്സാക്റ്റ് കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഒരു പാറ്റേൺ രീതിയിലല്ല നമ്മൾ ഇതുവരെയുള്ള സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു ഫിബ് ലെവൽസിനെ കുറിച്ചായിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ആ ഒരു രീതിയിലുള്ള എൻട്രി മോഡലാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സ്ട്രാറ്റജിയിലോട്ട് നമ്മൾ വരുന്ന ടൈമിൽ അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചാർട്ടിൻ്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഓഫ് ട്രേഡിങ് നമ്മുടെ ചാർട്ടിൽ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് പല ഓട്ടോമേറ്റഡ് ടൂൾസും അല്ലെങ്കിൽ പല അൽഗോരിതംസും യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ട്രേഡ്സിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലോട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ചാർട്ടിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വാച്ച് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ സ്ട്രാറ്റജി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്ട്രാറ്റജി വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അല്ല, നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ 2 വീഡിയോസ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ, പോപ്പുലറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ലോജിക് ഓഫ് FEG എന്ന് പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞൊരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 18 മിനിറ്റ്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ലിക്വിഡിറ്റി വീഡിയോ നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 12 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു 2 വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ലിക്വിഡിറ്റി എന്താണെന്നും അതേപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചാർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പെന്നും പേപ്പറിൽ നിങ്ങൾക്ക് എഴുതി വെക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡ്രോ ചെയ്ത് വെക്കാനുമായിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം നമ്മളൊരു ഡ്രോ ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല മാർക്കറ്റ് എപ്പോഴും റിയാക്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ്, ഞാൻ സ്ട്രാറ്റജി എന്ന് എടുത്തെടുത്ത് പറയുന്നതിന് പകരം ഞാൻ ഇനി മെത്തേഡ് എന്ന് തന്നെ പറയാം. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ മെത്തേഡിൽ നമുക്ക് ട്രേഡ് ചെയ്ത് നമുക്ക് മുന്നേറാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഇത് നമ്മുടെ ബാർ ചാർട്ട്, നമ്മൾ നോർമലി കാണുന്ന ബാർ ചാർട്ടിനെ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ രീതിയിലേക്ക് ഞാൻ ഡ്രോ ചെയ്തേക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. കാരണം നമുക്ക് വേറെ പുറകിലോട്ട് പോയി ഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റിനൊരു ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് അപ്പ് സൈഡിലോട്ട് മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റി. അതിനോടൊപ്പം എന്ത് ചെയ്തു, മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നു, അപ്പ് സൈഡിലോട്ട് പോയി. ഈ ഒരു ഏരിയയിൽ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പല വീഡിയോസിലും പറഞ്ഞു തരുന്ന കാര്യമാണ്, ഈ ഒരു ലെവലിനെ മാർക്കറ്റിന്, ഈ ഒരു അപ്സൈഡ് ലെവലിനെ മാർക്കറ്റിന് ടേക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബയേഴ്സ് സ്ട്രോങ് ആവാത്തത് കൊണ്ടാണ്. ഈ ഒരു ബയേഴ്സ് വീക്ക് ആയത് കൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള സെല്ലേഴ്സിന് ഈ ഒരു ലെവൽ ടേക്ക് ചെയ്യാനായിട്ട് പറ്റി. ഈ ഒരു ലെവൽ ടേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് ഈ ഒരു സെയിം കാര്യമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റിയത്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വന്ന് എക്സാക്റ്റ് പ്രീവിയസ്ലി മാർക്കറ്റ് ഒരു നല്ലൊരു മൂവ് അപ്സൈഡിലോട്ട് ക്രിയേറ്റ് ചെയ്ത
ഒരു ഏരിയ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ എപ്പോഴും ലിക്വിഡിറ്റി മാർക്കറ്റിൽ ലൈ ചെയ്യുന്നത്, ലിക്വിഡിറ്റി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. മാർക്കറ്റിൽ എവിടാണോ മാക്സിമം മണി കിടക്കുന്നത്, കാരണം എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഇവിടുന്ന് ഇത്രയും വലിയൊരു മൂവ് വന്നതുകൊണ്ട് തന്നെ ഇതിന് താഴോട്ട് മാർക്കറ്റ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ബിഗ് പ്ലെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാർക്കറ്റിൽ എൻട്രി എടുക്കണമെങ്കിൽ അവർക്ക് മാക്സിമം ക്വാണ്ടിറ്റി അവർക്ക് ബൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ പ്രീമിയം എത്ര പ്രൈസിലോ കിടക്കട്ടെ, പക്ഷേ അവർക്കൊരു 1000 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു 2000 ക്വാണ്ടിറ്റി അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? മാക്സിമം ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം. മാക്സിമം ആൾക്കാർ സെല്ല് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് എപ്പോഴാണ് ഒഴിവാകുന്നത് അപ്പോഴായിരിക്കും അവർ മാർക്കറ്റിൽ എൻ്റർ ആവാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, മൾട്ടിപ്പിൾ ടൈമിൽ എന്താണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്? മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി കീപ്പ് ചെയ്തു, അതിനുശേഷം നെക്സ്റ്റ് ടൈം മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് നമ്മുടെ ഒരു എൻട്രി മാർക്കറ്റിൽ വരുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു റൈസ് ഉണ്ടാക്കിയതിന് ശേഷം, ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വന്നതിന് ശേഷം ഈ ഒരു മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി നമുക്ക് അപ്സൈഡിലോട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മുടെ മെത്തേഡ് ഓഫ് ട്രേഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നേരെ എന്ത് ചെയ്യാം? ഇതേ കാര്യം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ലൈനിൽ കാണിച്ചു തന്ന ഇതേ സെയിം കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ചാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ചാർട്ടിലോട്ട് പോകാം. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ലെവൽസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയ ഏരിയാസ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഇങ്ങനൊരു റെഡ് ഡോട്ടിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ലെവലായിട്ട് വന്നത് ഈ ഒരു റെഡ് ഡോട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു ഏരിയ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു അപ്സൈഡിലോട്ട് ഒരു പുഷ് തന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു അപ്സൈഡിലോട്ട് പുഷ് തന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു അപ്സൈഡിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഇരിക്കുന്ന എന്താണ്? ലിക്വിഡിറ്റിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴാണോ ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്, എപ്പോഴാണോ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി എടുക്കുന്നത്, ആ ഒരു ഏരിയയിലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? നമുക്ക് എൻട്രി വരാനായിട്ട് പോകുന്നതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കണ്ടീഷൻസ് വളരെ സിമ്പിളാണ്. മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാനായിട്ട് സാധിച്ചെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഫെയർ വാല്യൂ ഗ്യാപ്പ് ജസ്റ്റ് കണ്ടാൽ പോലെ, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് സ്ട്രോങ് ടൈപ്പ് ഓഫ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, വീക്ക് ടൈപ്പ് ഓഫ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും നിങ്ങളൊരു കമ്പൈൻ ചെയ്ത് നിങ്ങൾ ഈ സ്ട്രാറ്റജിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം എല്ലാ ദിവസവും നമ്മൾ മാക്സിമം ഡേയ്സിൽ നമുക്ക് പറ്റാവുന്നിടത്തോളം ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ എല്ലാം തന്നെ നിങ്ങൾ കമ്പൈൻ ചെയ്താണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് പറ്റും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ കുറേ ടൈം എടുക്കും. നിങ്ങൾ വിചാരിക്കും ഇന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. പക്ഷേ ആ ഒരു കാര്യങ്ങളെല്ലാം ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ആ ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ ഒരു സെക്കൻഡിലാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ ഓണല്ല, മാർക്കറ്റ് ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. മാർക്കറ്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അതൊരു സ്കില്ല് വേണം. ആ ഒരു സ്കില്ല് ഒരാൾക്ക് ജന്മനാ കിട്ടുന്നൊരു സ്കില്ലില്ല. അവരവർ പ്രാക്ടീസ് ചെയ്ത് കാരണം ഇതൊരു വേറെ ടൈപ്പ് ഓഫ് സ്കില്ലല്ലല്ലോ. നമുക്ക് കുറേ ആൾക്കാർ പറയും നമ്മുടെ പൂർവികർ തന്ന സ്കില്ല്, അങ്ങനെ നമുക്കിതിനെ പറഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ തന്നെ ഷാർപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം നോക്കുക. അപ്പോൾ
ഈ ഒരു ഏരിയയിൽ നിന്നൊരു ലിക്വിഡിറ്റി മാർക്കറ്റ് കീപ്പ് ചെയ്തതിന് ശേഷം, മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നു. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്നതിന് ശേഷം ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന ടൈമിലായിരിക്കും നമുക്ക് എൻട്രി വരുന്നത്. നമുക്ക് ഫസ്റ്റ് എൻട്രി ആയിട്ട് നമുക്ക് വെക്കാവുന്ന കാര്യം, നമ്മുടെ ലിക്വിഡിറ്റി എടുത്ത ഏരിയയെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാം. നമുക്ക് ഓൾമോസ്റ്റ് വേണമെങ്കിൽ 1:2 നോക്കാം. ഈ ഒരു ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അന്നത്തെ ഡേ ഒരു വൺ ഡയറക്ഷണൽ മൂവായിട്ട് മാർക്കറ്റ് പോയി. ഞാൻ നിങ്ങളോട് ഒരിക്കലും ഞാൻ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ ക്യാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ ക്യാച്ച് ചെയ്യണം എന്നൊരിക്കലും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ 1:2 ക്യാച്ച് ചെയ്യൂ. 1:2 ക്യാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ പ്രോഫിറ്റിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് ചെയ്യാനായിട്ട് പറ്റുന്ന എമൗണ്ടിനെ എന്ത് ചെയ്യുക, നിങ്ങൾ നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്ന ഏതാണ്, നമുക്ക് ലിക്വിഡിറ്റി ലെവൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നെക്സ്റ്റ് ഒരു സെയിം കൈൻഡ് ഓഫ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്കിനി നെക്സ്റ്റ് എവിടെയാണ്, ഞാൻ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വന്നൊരു ഏരിയ ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈംസ് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്നൊരു ഷാർപ്പ് പുഷ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, അപ്സൈഡിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ലെവൽ എക്സാക്റ്റ് ലെവൽ അല്ലെങ്കിലും ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിനൊരു പുഷ് അപ്സൈഡിലോട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. അതേപോലെ തന്നെ മാർക്കറ്റ് എന്താണ് നെക്സ്റ്റ് ചെയ്തത്, ഈ ഒരു സ്വിങ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ലെവലിൽ നിന്ന് നമുക്കൊരു ഗ്യാപ്പാണ് ഉണ്ടായത്, കാരണം അതൊരു നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലായവർക്ക് മാർക്കറ്റിലുണ്ടാകുന്ന ഗ്യാപ്പ് എന്താണെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഗ്യാപ്പിൽ എന്താണുള്ളത്, പെൻഡിങ് ആയിട്ടുള്ള ഓർഡേഴ്സാണ്. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് മാർക്കറ്റിലെ ഗ്യാപ്പുകളും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. മാർക്കറ്റ് എക്സാക്ട്ലി ആ ഒരു ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വന്നു. അതിനുശേഷം എപ്പോഴാണോ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയത്, ആ ഒരു ടൈമിലാണ് നമുക്ക് എൻട്രി വന്നത്. നോക്കുക നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്ര ആണ് വന്നത്, ഓൾമോസ്റ്റ് 16 പോയിൻറ്റ്സ് ആണ് വന്നത്. 1:2 നിങ്ങൾക്ക് എടുക്കാം, അല്ല നിങ്ങൾക്ക് 1:3 to 1:4 നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇവിടുന്ന് എല്ലാം മാർക്കറ്റ് ഇതിൻ്റെ അണ്ടറിൽ എന്താണ്, ലിക്വിഡിറ്റി. കാരണം എന്താണ്, ഇവിടുന്ന് എല്ലാം ഷാർപ്പായിട്ടുള്ള ബയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് അടുത്തൊരു അപ്സൈഡിലോട്ടൊരു മൂവ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടത് എന്താണ്, ഈ ഒരു ലെവൽ ടേക്ക് ചെയ്ത് മാക്സിമം ഇവിടെ നിന്നുമൊക്കെ എടുത്ത ആൾക്കാർ ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യുക. അതാണ് മാർക്കറ്റിന് വേണ്ടത്. അപ്പോൾ ഈ ഒരു 2 എക്സാമ്പിൾസാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചത്. ഞാൻ ഇതിൽ കൂടുതലൊക്കെ ഞാൻ ഇവിടെ വേറൊരു എക്സാമ്പിളും കൂടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങൾ തന്നെ ജസ്റ്റ് ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. ഇവിടെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഏതൊക്കെ പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയത്, ഏത് പോയിന്റിൻ്റെ താഴെയാണ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ഏത് ലെവലിൻ്റെ താഴെയാണ് മാർക്കറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു ലെവൽസ് നോക്കിയിട്ടൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ എനിക്കറിയാൻ പറ്റുന്നുണ്ടല്ലോ ഇത്രയും ആൾക്കാർ ഇത് നോക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞതിനൊരു പ്രയോജനമില്ലാതായി പോവുമല്ലോ. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ലെവൽസിലെല്ലാം തന്നെ എന്താണ്, മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്തു. അതിൻ്റെ അണ്ടറിൽ എന്താണുള്ളത്, ലിക്വിഡിറ്റി ആണുള്ളത്. അതിൻ്റെ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നമുക്ക് എന്താണ് കാണാനായിട്ട് പറ്റുന്നത്, 3 ക്യാൻഡിൽ ഫോർമേഷൻ ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എൻട്രി കീപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് ഫർദർ അപ്സൈഡിലോട്ട് മൂവ് തരുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ടും അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇതൊരു ലോജിക് ബേസ്ഡ് സ്ട്രാറ്റജി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഏത് ഇൻസ്ട്രുമെൻറ്റിലും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എത്തേറിയത്തിൽ ഇതേ ഒരു സ്ട്രാറ്റജി ഒരു ടൈമിൽ ഞാൻ കണ്ടായിരുന്നു. യെസ്, ഈ ഒരു ഏരിയയിലായിരുന്നു, കണ്ടില്ലേ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിളായിട്ട് എത്തേറിയം ഒരു ലിക്വിഡിറ്റി ഉള്ളൊരു ഏരിയ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ആ ഒരു
ഏരിയയിൽ നിന്ന് എത്തേറിയം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ബ്രേക്ക് ചെയ്ത് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന് താഴെ തന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റി? നമുക്ക് ഡൗൺ സൈഡിലോട്ടൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റി. നമുക്ക് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത ഏരിയയെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവൽ വെച്ചതിന് ശേഷം പിന്നെ എപ്പോഴാണോ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ഇനി ടേക്ക് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് സ്റ്റോപ്പ് ലോസിൽ നിന്ന് ഇറങ്ങിപ്പോകാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രേഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഏതൊരു ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് വളരെ ഈസിലി അല്ലെങ്കിൽ വളരെ കോൺഫിഡൻ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ കാര്യങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നോ നോക്കുക. നിങ്ങൾ തന്നെ ലൈവ് മാർക്കറ്റിൽ നോക്കിയതിന് ശേഷം ഒരു പേപ്പർ ട്രേഡിംഗ് ആപ്പ് എടുത്ത് അവിടെ നിന്ന് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു കോൺഫിഡൻസ് വരികയാണ്. യെസ്, ഇനി എനിക്ക് ഈ ഒരു സ്ട്രാറ്റജി വർക്കിംഗ് ആയിട്ട് തോന്നി എന്ന് തോന്നുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ റിയൽ മണി ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.